എന്തോ കക്കാൻ കയറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലേ. യൂണിഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്കൂളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഏത് സ്കൂളാണെന്ന് ഒരു ഐഡിയ. യൂണിഫോമൊക്കെ മാറ്റി കൈയണക്കല്ലേ. നോക്കട്ടെ എന്താ പരിപാടി നോക്കട്ടെ. അവിടെ കുറേ കച്ചറ സാധനം കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാൻ വന്നിട്ടാണ്. സംഭവം ഉണ്ട്. എന്തോ കൊടുക്കാൻ കിട്ടാ ഫോൺ ശരിക്കും ഫോൺ നോക്ക്. ആ എന്തോ ഹാൻസാണ്. ഹാൻസ് ഇത് ചെക്കനേതാണെന്നറിയോ? കേക്കയുടെ പേരക്കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. അത് മറിച്ചാണ്. സ്കൂളിൽ വിളി ചെറിയ ചെക്കനാണ്. ഒരു 10-11 വയസ്സുണ്ടാവും അല്ലേ? ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവരെ തന്തള്ളവരോട് പറഞ്ഞാൽ ഒരു വിശ്വസിക്കില്ല. വെച്ചില്ലേ? ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആരോ കണ്ടിട്ടാ ചെക്കൻ, ആരോ കണ്ടിട്ടുണ്ട് അവിടെ. കടിക്കുന്ന ചെക്കന്മാർക്ക് കൂടുതലുണ്ട്. ഇത് ആരും കൊടുക്കുന്നത് എന്നാലും ഇത്ര കുട്ടികൾ ഇതൊക്കെ വിടണം. ഇതൊക്കെ പുറത്ത് വിടണം. ഇതൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ കണ്ട് തന്ത തള്ളാരും നോക്കാത്ത പ്രശ്നം. ബാഗെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. നോക്കും. അല്ല കുഞ്ഞാപ്പോ നമ്മളെ കാലത്തൊക്കെ കുഞ്ഞാപ്പോ പതുക്കെ എന്താ നോക്കട്ടെ പരിപാടി. മാംസമൊന്നുമല്ല, വേറെ എന്തൊക്കെ അടിച്ച് കയറ്റിയിട്ട് നിൽക്കുന്നുണ്ട്. ചെക്കൻ തീരെ വയ്യ. ചെക്കണ്ട വയ്യാതെ നോക്കണ്ട ചിക്കൻ. നോക്കി ഓൻ എങ്ങോട്ട് പോകണം നോക്ക്. ആയിക്കോട്ടെ, ഇങ്ങോട്ടൊക്കെ 100 കണക്കിനുണ്ട്. എന്താ പോണം നോക്കാം. വല്ല വണ്ടി നോക്ക്. താഴത്ത് പോയോക്കെ പോയോട്ടെ. താഴത്തേക്ക് ഇറങ്ങിയ വല്ല കൂടാലുണ്ടാ നോക്കാം. മെനക്കെട്ടാണ് ചിക്കൻ വരുന്നത്. ഓനൊരു നാളെ ഒരാൾ ചോദിച്ചു പറഞ്ഞു മാസത്തിന് മുകളിൽ എനിക്കൊക്കെ ഇവിടെ ചെറുന്ന് അറിയിക്കുന്നത് നല്ലതാണ്. ഏതൊരു വണ്ടി കയറണം നോക്കാം. ഏത് വണ്ടിയിലെ കയറണം നേരെ പോവാണ്. ആ ഇടയിൽ കയറിട്ടാ അവിടെ ഏതെങ്കിലും ടീമുണ്ടാവും. നോക്കി അവിടെ ഉണ്ടാ. ഏതൊരു വണ്ടി നോക്കണം. പോയൊക്കെ അത് തന്ത തള്ളരെ അറിയിക്കണോ? എന്തായാലും നോക്കാണ്ടാണ് ഇതൊക്കെ പറ്റിയുള്ളൂ. അവിടെ പരിഹരിക്കുന്നുണ്ട്. അതാ വണ്ടി കൈയിട്ടുണ്ടോ? വണ്ടി കൈയിട്ടുണ്ട്.
ഇതാ വരുന്നുട്ടാ. ഇനി വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. സാധനം ഇടയിൽ പോയിട്ട് ആർക്കോ കൈമാറിയിട്ട് തന്നെ വരിക. ആ രണ്ട് മൂന്ന് ചെക്കന്മാരുണ്ടാവുന്നുണ്ട്.